ടോറസ്, ഞാൻ കാണുന്നത് നിങ്ങളുടെ പാസ്റ്റില് കുറെ ഒരു ഡിഫിക്കൾട്ട് സമയമായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോ വരാൻ പോണ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു പുതിയ തുടക്കം കൊണ്ടുവരുന്നുണ്ട്. ഈ തുടക്കം എന്താണെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ടോറസ്, എന്താണ് നിങ്ങളുടെ ജൂൺ മാസത്തിൻ്റെ ഓവറോൾ എനർജി നമ്മൾക്ക് നോക്കാം. ഇത് ടോറസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡന്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് കൂടിയാണ്. എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഒരു ക്ലാരിറ്റി വേണം വെച്ചാൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് പേഴ്സണൽ റീഡിംഗ് വേണമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കാർഡ്സ് ഒക്കെ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുക ഈ കാർഡ്സ് എന്താണെന്ന്. അപ്പം ഞാനിവിടെ കാണുന്നത് നിങ്ങളുടെ ഓവറോൾ എനർജി ടോറസ് 8 ഓഫ് വോൺസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 8 ഓഫ് വോൺസ് മുമ്പോട്ട് പോണ എനർജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ജൂൺ മാസത്തിൽ കുറേ പ്രോഗ്രസ് ആണ് ഞാൻ കാണുന്നത് എല്ലാത്തിലും. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഇവിടെ ഞാൻ കമ്മ്യൂണിക്കേഷൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ബ്ലോക്സ് ഉണ്ടായിരുന്നു, തടസ്സങ്ങൾ ഉണ്ടായിരുന്നു വെച്ചാൽ ഇപ്പോൾ കാര്യങ്ങൾ വേഗമാണ് മുമ്പോട്ട് പോവുക. ഇപ്പോൾ ഒരു ബ്ലോക്ക് ഇല്ലാണ്ടാണ് മുമ്പോട്ട് പോവുക. ഇവിടെ ട്രാവൽ എനർജിയും കാണാണ്ട്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഈ മാസം കുറേ ട്രാവൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതല്ല വെച്ചാൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പം എന്താണ് ഇവിടെ മൂൺ എനർജി ഉണ്ട്. അപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ എവിടെയോ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു മനസ്സിലൊരു പേടി ഇല്ലച്ച, എന്തോ ഒരു എന്താ പറയാ, മനസ്സുകൊണ്ട് ഒരു സ്റ്റേബിലിറ്റി ഇല്ലാത്ത മാതിരി. കുറെ പേടിയാണ്, ആങ്സൈറ്റിയാണ്, കാര്യങ്ങൾ ക്ലിയർ അല്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഞാൻ കാണുന്നത്. നിങ്ങൾ മുമ്പോട്ട് പോകേണ്ട ഒരു പുതിയ തുടക്കമുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ ആ പുതിയ തുടക്കം വരുമ്പോഴും നിങ്ങൾക്കൊരു ആങ്സൈറ്റിയാണ്. എന്താ വെച്ചാൽ ഇത് ശരിയാവോ, ഇത് വർക്കാവോ, അതൊക്കെ നിങ്ങൾക്ക് അറിയാണ്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോണേ. അതുകൊണ്ട് കുറച്ചൊരു നെർവസ്നെസ് ഉണ്ട്. നെർവസ്നെസ് എന്ന് മാത്രമല്ല, അതുകാട്ടിലും കൂടുതലൊരു എന്താ പറയുക, ഒരു പേടി. അപ്പോൾ പാസ്റ്റിലും ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സ്റ്റാർ എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, കരിയറിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കുറേ ഒരു ടോക്സിക് എനർജിയിലായിരുന്നു നിങ്ങൾ. ഡെവിൽ എനർജി കാണാണ്ട് നിങ്ങൾ കുറേ ഒരു ഡിഫിക്കൾട്ട് സമയമായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ചിലവർക്ക് എല്ലാം കൂടിയും ഒരുമിച്ച് വരുന്ന എനർജി ആവാം. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ ഇഷ്യൂസ്, കരിയറിൽ അപ്പോൾ തന്നെ ഇഷ്യൂസ് വന്നു, പിന്നെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ എല്ലാം ഒരുമിച്ച് വന്ന എനർജിയാണ് ഞാൻ കാണുന്നത്. എല്ലാം ഇഷ്യൂസും എല്ലാം പ്രോബ്ലംസ് ഒരുമിച്ച് വന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാനുണ്ടായിരുന്നു. അത് പക്ഷേ എവിടെയോ നിങ്ങളിപ്പോൾ ടയേർഡായിട്ട് അതിനെ ലെറ്റ് ഗോ ചെയ്യാനുള്ള തീരുമാനം എടുത്തു. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു ഹാപ്പി മാരേജിൽ, ഹാപ്പി റിലേഷൻഷിപ്പിലായിരുന്നില്ല. അതല്ല വെച്ചാൽ എന്തോ ഒരു ടോക്സിക് എനർജിയിലായിരുന്നു. ഒരു ജോബിൽ നിങ്ങളുടെ ബോസ്, കലീഗ്സ് അവരൊക്കെ കുറേ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ എന്തോ നിങ്ങളൊരു തീരുമാനം എടുത്തു, ഇപ്പോൾ ഞാനിത് കൂടുതൽ മുമ്പോട്ടേക്ക് പോകണില്ല, ഈ സിറ്റുവേഷൻ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവണു. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസിഷൻ, അങ്ങനത്തെ ഒരു തീരുമാനം നിങ്ങൾ പാസ്റ്റിൽ എടുത്തിരിക്കണു. കറണ്ട് എനർജിയിൽ ജൂണിൽ ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾ റെഡിയാണ് ഒരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട്. എസ്പെഷ്യലി ഇമോഷണലി നിങ്ങൾ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ടാവും. കുറേ ഇമോഷണൽ കണക്ഷൻസ് ഞാൻ കാണുന്നുണ്ട്, റൊമാൻറ്റിക് കണക്ഷൻസ് ഞാൻ കാണുന്നുണ്ട്. ഇവിടെ ഞാൻ കാണുന്നത് ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജിയാണ്. കുറേ ഇമോഷണൽ ഒരു പേഴ്സൻ്റെ കൂടെ കണക്ട് ചെയ്യണു. അപ്പോൾ ഈ പുതിയ തുടക്കമുണ്ട്. റൊമാൻറ്റിക് ലൈഫിലാണ് കൂടുതൽ കാണുന്നത്. പക്ഷെ കുറേ ഫ്രണ്ട്ഷിപ്പും ഉണ്ടാവുന്നുണ്ട്. റൊമാൻസ് മാത്രമല്ല, കുറേ ഫ്രണ്ട്സ് നിങ്ങൾ ഈ മാസം ഉണ്ടാക്കണു. അപ്പോൾ അങ്ങനത്തെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ജൂണിൽ.
ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നിങ്ങൾ കുറച്ചൊരു ഐസൊലേറ്റ് ചെയ്യണു, കുറച്ചൊരു തനിച്ചിരിക്കണ എനർജിയിലാണ് നിങ്ങൾ ഫ്യൂച്ചറിൽ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? ഹെർമിറ്റ്. കുറേ ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക്. ഇതൊരു സ്പിരിച്വൽ എനർജിയും കൂടി ആവാം. നിങ്ങൾ കുറച്ചുകൂടിയും ഒരു സ്പിരിച്വൽ ലൈനിലേക്കാണ് പോണത്. ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ട്, പക്ഷേ നിങ്ങൾ അത്ര കണക്റ്റഡായി ഫീൽ ചെയ്യണില്ല. നിങ്ങളുടെ കരിയറിലും ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പഠിക്കാൻ നോക്കുന്നുണ്ടാവും. ഞാൻ എന്തോ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണ എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഇമോഷണലി ഞാൻ പറഞ്ഞ പോലെ വേറെ ആൾക്കാരുണ്ട് നിങ്ങളുടെ ലൈഫിൽ, ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ എവിടെയോ നിങ്ങളുടെ എനർജീനെ ഐസൊലേറ്റ് ആണ് ചെയ്യണത്. എന്താ വെച്ചാൽ കൂടുതൽ നിങ്ങൾക്ക് ഈ കമ്മിറ്റ്മെൻറ്റ് റിലേഷൻഷിപ്സിൽ നിങ്ങൾ അങ്ങനെ പെടില്ല. നിങ്ങൾ സിംഗിൾ ആയിട്ടായിരിക്കും ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക. ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷെ അത് വേറെ ഉള്ളൂ. വേറെ ഒന്നും വേറെ ഒരു കണക്ഷൻ ഒന്നും കാണില്ല ഇവിടെ. 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം. ഞാൻ കാണുന്നത് നിങ്ങൾ കുറേ ഫോക്കസ്ഡ് ആണ് ഒരു കാര്യത്തിൽ. അതുകൊണ്ട് ഇമോഷണലി അങ്ങനെ നിങ്ങൾ അവൈലബിൾ അല്ല. നിങ്ങൾ ഇപ്പോഴും പാസ്റ്റിൻ്റെ ആ ഇൻസിഡൻറ്റ് ഉണ്ടായ നിങ്ങളുടെ ലൈഫിന് അതിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, പക്ഷെ എവിടെയും നിങ്ങൾ കമ്മിറ്റ് ചെയ്യണില്ല. എസ്പെഷ്യലി ഞാൻ ഈ പൈസീസ് കാൻസർ സ്കോർപ്പിയോ പേഴ്സൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് അവിടെയും ഒരു ലോസിൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ പുതിയ പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എവിടെയോ മുമ്പോട്ടേക്ക് പോകണില്ല. അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് പേടി, ഇത് ശരിയാവോ, ഇത് മുമ്പത്തെ മാതിരി പ്രോബ്ലം ആവോ. നിങ്ങളുടെ അഡ്വൈസ് ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ 9 ഓഫ് കപ്സിലാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡ്രീംസൊക്കെ അടുത്ത് വരണു. നിങ്ങളുടെ ഡ്രീംസൊക്കെ ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്, ശരിയാവാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എത്രയോ ഹാപ്പിനെസ് വരാൻ പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ പേടിയുടെ കാരണം നിങ്ങൾ കുറച്ചൊരു പറഞ്ഞാൽ മുമ്പോട്ട് പോവാനുള്ള പേടിയാണ്. യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ ടൈം എടുക്കാനാണ് പറയണേ. ഒന്നിലും ഒരു ബദ്ധപ്പാട് വേണ്ട, മെല്ലെ മതി, പക്ഷെ മുമ്പോട്ട് പോവാം. എന്താ വെച്ചാൽ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിരുന്ന പാസ്റ്റിനെ വിടാണ്ട് നമ്മൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്താൽ നമ്മൾക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടറിൽ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ എവിടെയോ ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരാനും നോക്കും. നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾ വിട്ട പേഴ്സൺ ആദ്യം നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ നോക്കും. അവർക്ക് അവരുടെ ചെയ്ത കാര്യത്തിന് കർമ്മ കിട്ടി, അതുകൊണ്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ നോക്കുന്നുണ്ട്, മാപ്പ് ചോദിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എനർജി മാറിയിരിക്കണു. ഇതിൻ്റെ മുമ്പേ നിങ്ങൾ ഈ പേഴ്സണെ കുറേ ചേസ് ചെയ്തായിരുന്നു. നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്തും വേണിച്ച് ചെയ്യാമെന്ന് അങ്ങനത്തെ ഒരു എനർജിയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ കാര്യങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഹൈ പ്രീസ്റ്റസ് ഈ മാസം നിങ്ങളോട് യൂണിവേഴ്സ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് കേൾക്കാനാണ് പറയണത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്താ വെച്ചാൽ ഈ മാസം നിങ്ങൾ കുറച്ചുകൂടിയും അങ്ങനെ ഒരു സോഷ്യൽ എനർജിയിലല്ല. ഓക്കെ, കുറച്ചൊരു ഐസൊലേറ്റഡ് എനർജിയിൽ തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ കുറേ പുതിയ തുടക്കങ്ങളുണ്ട്, പക്ഷേ അതിലും ചില ബ്ലോക്സ് ഉണ്ട്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഈ പാസ്റ്റിൻ്റെ എനർജിയുടെ കാരണം നിങ്ങൾക്ക് ആ ഷോക്കിൽ നിന്ന് പുറത്തു വരാൻ കുറച്ചൊരു സമയം എടുക്കണു. ആ പാസ്റ്റിൻ്റെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ അത് കംപ്ലീറ്റ്ലി ഒരു ഷോക്കായിരുന്നു നിങ്ങൾക്ക്. എന്താ വെച്ചാൽ അത് എൻഡായി. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു പുതിയ തുടക്കം വരാൻ നിങ്ങൾ റെഡിയാണ്. പക്ഷെ ഇമോഷണലി ഇപ്പോഴും കുറച്ചൊരു പാസ്റ്റിൻ്റെ കൂടെ ഒരു അറ്റാച്ച്മെൻറ്റ് കാണാണ്ട്. ഓക്കെ, അപ്പോൾ പുതിയ തുടക്കമൊക്കെ ഉണ്ട്, ബട്ട് അതിന് സമയമെടുക്കും. അതാണ് ഞാൻ പറയാൻ നോക്കുന്നത്. ഇവിടെ പുതിയ ബിഗിനിങ്സ് ഉണ്ട് കുറേ, പക്ഷെ അത് ഇന്ന് പറഞ്ഞ നാളെ ആവണ കാര്യമല്ല. നിങ്ങൾ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ട്, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നിങ്ങൾ മുമ്പോട്ട് പോണേ. അപ്പോൾ ഉടനെ മൂവ് ഓൺ ചെയ്യുമെന്ന് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇത് സമയമെടുക്കും, പക്ഷെ സാരില്ല. ഈ മാസം അല്ല വെച്ചാൽ അടുത്ത മാസം. അപ്പം നമ്മൾക്ക് നോക്കാം എന്താണ് ഇവിടെ നിങ്ങളുടെ മെസ്സേജ് വരണേ. ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി. അപ്പോൾ ഈ മാസം യൂണിവേഴ്സും പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ പാസ്റ്റിനെ ഹീൽ ചെയ്യുക, അതിന്ന് മൂവ് ഓൺ ചെയ്യാൻ നോക്കുക.
ഉടനെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പോവണം എന്ന് ഒട്ടും അങ്ങനത്തെ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ല, അങ്ങനെ ഒരു അഡ്വൈസും ഇല്ല. യൂണിവേഴ്സ് ഇൻഫാക്റ്റ് പറയണത് നിങ്ങൾ മെല്ലെ മതി, സമയം എടുത്തിട്ട് മതി, അങ്ങനെ ഒരു ബന്ധപ്പാട് വേണ്ട, കാര്യങ്ങൾ നടക്കണത് ആ സമയത്തെ നടക്കുള്ളൂ. അപ്പോൾ ജൂൺ മാസത്തിൽ നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ മുകളിൽ നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്തിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ഈ മാസം ഞാൻ കാണുന്നത് നിങ്ങൾ ചെയ്യാൻ പോണത്. അപ്പോൾ ടോറസ്, ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ ആയിട്ട് റീഡിങ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. എനിക്ക് ഏപ്രിൽ മാസം കുറേ അഡ്വാൻസിൽ കുറേ ബുക്കിങ്സ് ഉണ്ടായി, അതുകൊണ്ട് കുറേ ആൾക്കാർക്ക് അവരുടെ റീഡിങ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ ഈ മാസം അഡ്വാൻസിൽ ബുക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു കൺഫേംഡ് ആയി ഒരു സെഷൻ കിട്ടും. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യരുത്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ അപ്പോൾ ഉടനെ ഒരു സെഷൻ ബുക്ക് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.